നമ്മളിപ്പം ഈ ജോഗുലാംബ ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്തായിട്ടാണുള്ളത്. എൻ്റെ പുറകിൽ കാണുന്നത് ഒരു മസ്ജിദാണ് കാണുന്നത്. ഈ മസ്ജിദിനോട് ചേർന്ന് തന്നെ, അതായത് ക്ഷേത്രത്തിൻ്റെ മതിലിലാണ് ഈ മസ്ജിദ് പണിതിരിക്കുന്നതെന്ന് പറയാം. അപ്പം ഇവിടെ ഇതിനോട് ചേർന്ന് തന്നെ കാഞ്ചി കാമാക്ഷി ക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആറ്റിലൊക്കെ കാണുന്ന രീതിയിലുള്ള വളരെ ഒറ്റ ശിലയാണ് ശിവലിംഗം. ഓം നമഃ ശിവായ. അങ്ങനെ നമ്മൾ ശ്രീശൈലത്ത് നിന്ന് അടുത്ത ശക്തിപീഠത്തിലേക്ക് യാത്രയാകുകയാണ്. അടുത്ത ശക്തിപീഠം കുർണൂലിനടുത്തുള്ള, അതായത് തെലങ്കാനയിൽ കുർണൂലിനടുത്തുള്ള ജോഗുലാംബ ശക്തിപീഠമാണ്. ഈ റൂമിലാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസം ഇവിടെ താമസിച്ചത്. ഇത് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ വകയായിട്ടുള്ള റൂമാണ്. 800 രൂപയ്ക്ക് നല്ല വലുപ്പമുള്ള റൂമാണിത്. ഇവിടെ AC റൂമാണ്. ഇതാണ് നമ്മൾ താമസിച്ചിരുന്ന മുറി. ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് കുറച്ചൊരു 400 മീറ്റർ ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ശ്രീശൈലത്ത് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോകാനോർത്താണ്. നമുക്കൊരു ഏകദേശം ഒരു 6 മണിക്കൂറോളം യാത്രയുണ്ട് ഈ കുർണൂൽ വരെ. നമ്മൾ ശ്രീശൈലത്ത് ബസ് സ്റ്റാൻഡിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് 1 മണിക്കൂർ ഇടവിട്ട് കുർണൂലിന് വണ്ടി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കിനി വണ്ടി നോക്കണം ഇവിടെ. അങ്ങനെ നമ്മൾ ശ്രീശൈലത്ത് നിന്ന് കുർണൂലിനുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ബസ്സിന്. നമ്മൾ ശ്രീശൈലത്ത് നിന്ന് ഏകദേശം ഒരു 6 മണിക്കൂർ യാത്ര ചെയ്ത് കുർണൂൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കുർണൂൽ ബസ് സ്റ്റാൻഡിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായിട്ട് 6 മണിക്കൂർ യാത്ര ചെയ്താണ് കുർണൂലെത്തിയിരിക്കുന്നത്. കുർണൂൽ കണ്ടിട്ട് വളരെ വലിയ ഒരു ടൗണാണ്. അങ്ങനെ നമ്മൾ 6ാമത്തെ ശക്തിപീഠത്തിലോട്ട് പോകാനായിട്ട് കുർണൂൽ ബസ് സ്റ്റാൻഡിലെത്തിയിരിക്കുകയാണ്. കുർണൂൽ ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്ന് ഒരു 10-26 കിലോമീറ്ററും കൂടെ ദൂരെയാണ് ആലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം. അങ്ങോട്ട് നമുക്ക് പോകണം. അതിന് മുമ്പ് ഇവിടെ എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങോട്ട് പോകാനായിട്ടുള്ള നോക്കണം. ഇവിടുന്ന് ബസ് കിട്ടുവാണ്. നമ്മൾ കുർണൂൽ ബസ് സ്റ്റാൻഡിനകത്താണ് ഉള്ളത്. ഇവിടെ ആലമ്പൂരിനുള്ള വണ്ടി അന്വേഷിച്ച് നടക്കുകയാണ്. ഇവിടെ തെലങ്കാനയിലാണ്. ഈ കുർണൂൽ ആന്ധ്രാപ്രദേശിലും ആലമ്പൂർ തെലങ്കാനയിലുമാണ്. തെലങ്കാനയ്ക്കുള്ള വണ്ടി കുറച്ച് മാറിയാണ് കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. വളരെ വലിയൊരു ബസ് സ്റ്റാൻഡാണ് ഈ കുർണൂൽ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. വളരെ നമ്മളങ്ങനെ കുർണൂലിന് ആലമ്പൂരിനുള്ള വണ്ടിയെ കയറിയിരിക്കുകയാണ്. ഈ കുർണൂൽ ആന്ധ്രാപ്രദേശിലും ആലമ്പൂർ തെലങ്കാനയിലുമാണെന്നാണ് തോന്നുന്നത്. ഇത് തെലങ്കാന സ്റ്റേറ്റിൻ്റെ ബസ്സാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ഒരു ഓട്ടോയ്ക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് 10 രൂപ ഷെയർ ഓട്ടോയാണ് ഒരാൾക്ക് 10 രൂപയ്ക്ക്. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത ശക്തിപീഠത്തിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇവിടെ ഒരു റൂം നമ്മൾ നോക്കി. വളരെ ഇടുങ്ങിയ ഒരു റൂമാണ്. 700 രൂപ ഒരു ദിവസത്തിന്. 2 ദിവസത്തിന് 1500 രൂപയ്ക്ക് നമ്മളിത് തൽക്കാലം എടുത്തു. 51 ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് തെലങ്കാനയിലെ ആലമ്പൂരിലുള്ള ജോഗുലാംബ ശക്തിപീഠത്തിലാണ്. ഇവിടെയാണ് ദേവിയുടെ പല്ലുകൾ വീണതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അഷ്ടാദശ ശക്തിപീഠം സ്തോത്രം എന്ന് ശങ്കരാചാര്യ പ്രസിദ്ധമായിട്ടുള്ള കൃതിയിൽ ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. ആലമ്പൂരിലുള്ള ജോഗുലാംബ ശക്തിപീഠ ക്ഷേത്രത്തിലാണ് നമ്മളുള്ളത്. നമുക്ക് ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണാം. നമ്മൾ ഇതുവരെ കണ്ട ശക്തിപീഠങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഇവിടുത്തെ ദേവി ഘോരരൂപിണിയായിട്ടുള്ള ദേവിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ ദേവി ഈ ശവത്തിൻ്റെ പുറത്താണ് ദേവി നിൽക്കുന്നത് തന്നെ. അതുപോലെ നാക്കൊക്കെ വെളിയിലോട്ട് നീക്കി ഭീകര രൂപിണിയായിട്ട് തന്നെയാണ് ദേവി എന്ന് പറയാം. അപ്പോൾ ദേവിയുടെ തലയിൽ ഒരു തവള, ഒരു തേള്, ഒരു പല്ലി എന്നിങ്ങനെയൊക്കെ ദേവിയുടെ തലയിൽ കിരീടത്തിൻ്റെ ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കും. ഘോരരൂപിണിയായിട്ടുള്ള ദേവിയായിട്ടാണ് ഈ ജോഗുലാംബ ദേവി അറിയപ്പെടുന്നത്. ഇവിടെ താന്ത്രിക സാധനങ്ങൾക്കൊക്കെ വളരെ വിശേഷപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ കുണ്ടലിനി ധ്യാനം ഒക്കെ ഇവിടുത്തെ കുണ്ടലിനി ധ്യാനത്തിനൊക്കെ വളരെ വിശേഷപ്പെട്ട വിശേഷപ്പെട്ട സ്ഥലമായിട്ടാണ് ഈ ജോഗുലാംബ ക്ഷേത്രം അറിയപ്പെടുന്നത്, ഈ ശക്തിപീഠ ക്ഷേത്രം അറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഈ ക്ഷേത്രം കുണ്ടലിനി സാധനകൾക്കും യോഗ സാധനകൾക്കും ഒക്കെ വളരെ വിശേഷപ്പെട്ട ക്ഷേത്രമാണെന്ന്. ഈ ക്ഷേത്രത്തിൻ്റെ പേര് തന്നെ ജോഗുലാംബ എന്നുള്ള പേര് തന്നെ വരുന്നത് യോഗികളുടെ അമ്മ എന്നതിൽ നിന്നാണ് ജോഗുലാംബ എന്ന പേര് ഈ ക്ഷേത്രത്തിന് വരുന്നത്. ഈ ക്ഷേത്രം ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാമപ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ താമസിക്കാനുള്ള സൗകര്യവും ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടലുകളും ഒക്കെ വളരെ കുറവാണ്. ഹൈദരാബാദിൽ നിന്ന് 220 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ക്ഷേത്രം ഉള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ ഇതിപ്പോൾ കിഴക്കോട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ദർശനം. ഈ ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്തായിട്ട് നമുക്ക്
തുംഗഭദ്ര നദി കാണാനായിട്ട് സാധിക്കും. തുംഗഭദ്ര നദിയിൽ മതിൽ, നദിയിലോട്ട് ഇറങ്ങുന്ന ഭാഗത്തെ മതിലാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ബോട്ട് സർവീസും ഒക്കെ ഉണ്ടെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. യോഗ നരസിംഹസ്വാമി ടെമ്പിൾ, സൂര്യനാരായണ സ്വാമി ടെമ്പിൾ, പാപവിനാശന ടെമ്പിൾ, ഇങ്ങനെ പല ക്ഷേത്രങ്ങളും ഈ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. ഇവിടെ ഈ ജോഗുലാംബ ക്ഷേത്രം പോലെ തന്നെ പ്രസിദ്ധമായിട്ട് ഇവിടെ നവബ്രഹ്മ ക്ഷേത്രം എന്നും പറഞ്ഞ് ബ്രഹ്മാവ് പ്രതിഷ്ഠിച്ച 9 ശിവലിംഗങ്ങൾ, ആ ക്ഷേത്രങ്ങളും ഇവിടെ പ്രസിദ്ധമായിട്ട് ഇവിടെയുണ്ട്. നവബ്രഹ്മക്ഷേത്രങ്ങൾ, ജോഗുലാംബ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഈ ക്ഷേത്രങ്ങളും വളരെ പ്രസിദ്ധമാണ്. ഇതാണ് ഈ ജോഗുലാംബ ക്ഷേത്രത്തിൻ്റെ സമീപത്തായിട്ടുള്ള തുംഗഭദ്രാ നദിയാണ്. തുംഗഭദ്രാ നദി നല്ല വീതിയുള്ള നദിയാണ്. പക്ഷെങ്കിൽ ഇപ്പോഴ് തീരെ വെള്ളം കുറവാണ്. എനിക്ക് തോന്നുന്ന വെള്ളം ഉള്ള സമയത്ത് ഇവിടോട്ടൊക്കെ കയറി വെള്ളം ഒഴുകുന്നതാണ്. അതാണ് ഇവിടെ ഇങ്ങനെ ഗ്രില്ലുകളൊക്കെ വെച്ചിരിക്കുന്നത്. ആൾക്കാർ കുളിക്കുന്നുണ്ട്. വെള്ളം കണ്ടിട്ട്, ദൂരെ നിന്ന് കണ്ടിട്ട് വെള്ളം അത്ര നല്ല വെള്ളമാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതാണ് തുംഗഭദ്ര നദി. ഈ ജോഗുലാംബ ക്ഷേത്രം ഇവിടെ തൊട്ടടുത്ത് തന്നെ. ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നൊരു 50 മീറ്റർ പോലും ഇല്ല ഈ നദിയിലേക്ക്. ഇതാണ് തുംഗഭദ്ര നദി. ഇവിടെ കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് ഈ തുംഗഭദ്ര നദിയും കൃഷ്ണ നദിയും കൂടെ സംഗമിക്കുന്ന ഒരു സംഗമസ്ഥാനം ഇവിടെയുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരെയായിട്ടാണ് സംഗമസ്ഥാനമുള്ളത്. കൃഷ്ണ നദിയും ഈ തുംഗഭദ്ര നദിയും കൂടെ സംഗമിക്കുന്ന ഒരു സ്ഥലം ഇവിടെ അടുത്തുണ്ട്. അതും ഇവിടെ പ്രസിദ്ധമായിട്ടുള്ളൊരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ ഭാഗത്ത്. നമുക്ക് ഈ നദിയുടെ അടുത്ത് തന്നെ നിന്നാൽ ഇവിടെ കണ്ടോ 1, 2, 3, 4, 5, 6, 7 ക്ഷേത്രങ്ങളുടെ ഗോപുരം കാണാനായിട്ട് സാധിക്കും. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ചെറിയൊരു പ്രതിമയുണ്ട്. തുംഗഭദ്ര ദേവിയുടെ ആയിരിക്കും ഒരു പ്രതിമ ഇവിടെ കാണാം. ഇവിടെ നല്ല ഒരു ഭംഗിയുള്ള സ്ഥലമാണ്. വൈകുന്നേരമൊക്കെ വന്ന് ഇരിക്കാനായിട്ടുമൊക്കെ നല്ല രീതിയിൽ ഇവിടെ പടവുകളൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ദേവിയുടെ ഒരു പ്രതിമ കാണാം. തുംഗഭദ്ര ദേവിയുടെ ഒരു പ്രതിമയാണ്. ഈ ആലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തിനെ കുറിച്ചിട്ട് നമുക്ക് സ്കന്ദപുരാണത്തിലുമൊക്കെ പരാമർശങ്ങൾ കാണാമെങ്കിലും ഈ ജോഗുലാംബ ദേവിയെക്കുറിച്ചിട്ട് വ്യക്തമായിട്ട്, ആ ദേവിയുടെ കഥ എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് പുരാണങ്ങളൊന്നും റെഫർ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. പരശുരാമൻ്റെ അമ്മ രേണുകയും പരശുരാമൻ്റെ അച്ഛന് ജമദഗ്നിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കഥകൾ, എന്തൊക്കെയോ കഥകളാണ് ഇവിടുത്തെ ദേവിയായിട്ട് ബന്ധപ്പെട്ട കഥകൾ. പക്ഷേ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് മറ്റ് ക്ഷേത്രങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ ജോഗുലാംബയുടെ കഥ എന്താണ്, അതിൻ്റെ ഒരു ഐതിഹ്യം, ഇതിൻ്റെ പിന്നിലൊരു ഐതിഹ്യം നമുക്ക് ഇതുവരെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ആ കാര്യങ്ങൾ അറിയാം. നമ്മൾ ഒത്തിരി ശ്രമിച്ചിട്ടും പഴയ കുറേ ബുക്കുകളൊക്കെ റെഫർ ചെയ്തിട്ട് നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഇതിൻ്റെ ഒരു കഥ, ജോഗുലാംബയുടെ ഒരു ഐതിഹ്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പരശുരാമനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ് കൂടുതൽ കേൾക്കുന്നത്. പക്ഷേങ്കിൽ ആ കഥയും വ്യക്തമായിട്ട് ഒരിടത്തും പരാമർശിച്ചതായിട്ട് കാണുന്നില്ല. 51 ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ തമിഴ്നാട്, കർണാടക സ്ഥലങ്ങളിലെയൊക്കെ ശക്തിപീഠങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 6ാമത്തെ ശക്തിപീഠത്തിലാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഈ ശക്തിപീഠങ്ങളെക്കുറിച്ചിട്ടും വ്യക്തമായിട്ട് പറയുന്ന ഒരു ഗ്രന്ഥം മാത്രമാണ് ഇതുവരെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. പീഠനിർണയ തന്ത്രം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിലാണ് 51 ശക്തിപീഠങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ലൊക്കേഷൻ എവിടെയൊക്കെയാണെന്നും പറയുന്നുണ്ട്. ദേവി മഹാത്മ്യം, സ്കന്ദപുരാണം, ശിവപുരാണം, അങ്ങനെയുള്ള പല ഗ്രന്ഥങ്ങളിൽ ഈ ശക്തിപീഠത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ടെങ്കിലും ഈ 51 ശക്തിപീഠങ്ങളെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് എവിടെയൊക്കെയാണെന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ ചില ഗ്രന്ഥങ്ങളിൽ ഈ 51 നമ്മുടെ ഈ പീഠനിർണയ തന്ത്രത്തിൽ അല്ലാത്ത ചില ശക്തിപീഠങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ആ ശക്തിപീഠങ്ങളും കൂടെ പോകാനായിട്ടും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദിശങ്കരാചാര്യരുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതിയാണ് അഷ്ടാദശ ശക്തിപീഠ സ്തോത്രം. ഈ അഷ്ടാദശ ശക്തിപീഠ സ്തോത്രത്തിനകത്ത് പറയുന്ന ക്ഷേത്രങ്ങളും നമ്മൾ പോകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ശങ്കരാചാര്യരുടെ അഷ്ടാദശ ശക്തിപീഠ സ്തോത്രത്തിൽ ഈ ജോഗുലാംബ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഈ അഷ്ടാദശ ശക്തിപീഠത്തിൽ പറയുന്ന ക്ഷേത്രങ്ങളും 51 ശക്തിപീഠ ക്ഷേത്രങ്ങൾ, അതായത് പീഠനിർണയ സ്തോത്രത്തിനകത്തുള്ള 51 ശക്തിപീഠ ക്ഷേത്രങ്ങളും നമ്മൾ പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ 51 ശക്തിപീഠങ്ങളും ഇന്ത്യയിൽ അല്ലെങ്കിലും നമ്മൾ ഏകദേശം നമ്മുടെ യാത്ര പൂർത്തിയാക്കുമ്പം 51 ശക്തിപീഠങ്ങളിൽ കൂടുതൽ ക്ഷേത്രങ്ങൾ നമ്മൾ കവർ ചെയ്യും. പക്ഷേങ്കിൽ നമ്മൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക ഈ സ്ഥലങ്ങളിലെ ശക്തിപീഠങ്ങൾ ഈ യാത്രയോടൊപ്പം നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കുകയല്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ജോഗുലാംബ ക്ഷേത്രത്തിൻ്റെ സമീപത്തായിട്ട് തന്നെ, ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് തന്നെ 9 ക്ഷേത്രങ്ങളുണ്ട്. നവബ്രഹ്മ ക്ഷേത്രങ്ങൾ എന്നാണ് ഈ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രങ്ങൾ ബ്രഹ്മാവ് പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവലിംഗങ്ങളുള്ള ക്ഷേത്രങ്ങളാണ്. നമുക്കിനി ആ ക്ഷേത്രങ്ങളുടെ കാഴ്ചകളും കൂടെ കാണാം. നവബ്രഹ്മ ക്ഷേത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ വളരെ പ്രസിദ്ധമാണ് ഈ നവബ്രഹ്മ ക്ഷേത്രങ്ങളും. നമുക്ക് ആദ്യമായിട്ട്
ഈ ജോഗുലാംബ ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്തായിട്ട് തന്നെ ഇവിടെ ഒരു ക്ഷേത്രം കാണാം. ഈ ക്ഷേത്രം ഈ ജോഗുലാംബ ക്ഷേത്രത്തിൻ്റെ പോലത്തെ ഒരു സ്ട്രക്ചറല്ല. അപ്പോൾ ഇതും ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളാണെന്നാണ് തോന്നുന്നത്. ഇവിടെ നവബ്രഹ്മ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ നവബ്രഹ്മ ക്ഷേത്രങ്ങളിൽ ഈ ജോഗുലാംബ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും അടുത്തായിട്ട് കാണുന്ന ക്ഷേത്രം ഇതാണ്. ഇത് മുഴുവൻ കണ്ട കല്ല് കൊണ്ട് ഉണ്ടാക്കിയ ക്ഷേത്രങ്ങളാണ്, കരിങ്കല്ല് തന്നെയാണ്. ഇവിടെ ഈ പല മൂർത്തികളും കേടുപാടൊക്കെ പറ്റിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് കണ്ട പല മൂർത്തികളിലും കേടുപാടുകൾ പറ്റിയിരിക്കുന്നില്ല. ഇവിടെ മുഗൾ ആക്രമണമൊക്കെ നേരിട്ടിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം അങ്ങനെയുള്ള ആക്രമണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇതൊക്കെ കേടുപാടുകൾ പറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് കല്ലുകൊണ്ട് പണിതിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഒറ്റക്കല്ലല്ല, പല പല കല്ലുകൾ കൂട്ടി യോജിപ്പിച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പാറ കല്ല് പോലെ, ഗ്രാനൈറ്റ് പോലത്തെ കല്ല് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ജോഗുലാംബ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും അടുത്തായിട്ട് കാണുന്ന ക്ഷേത്രമാണിത്, നവബ്രഹ്മ ക്ഷേത്രത്തിൽ. ഇത് സ്വർഗബ്രഹ്മ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രദക്ഷിണം ചെയ്ത് നമുക്ക് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. ഈ ശില്പങ്ങൾ കണ്ടോ, പല ശില്പങ്ങളും ഇവിടെ അംഗഭംഗം സംഭവിച്ചിട്ടുണ്ട്. പല ശില്പങ്ങളും നല്ല ഒട്ടുമിക്ക ശില്പങ്ങളും ഇവിടെ കേടുപാടുകൾ പറ്റിയ രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ഗ്രാനൈറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാനൈറ്റ് പോലത്തെ കല്ലല്ലെന്ന് തോന്നി. ഇവിടെ ഇന്നലെയൊക്കെ നമ്മൾ കണ്ട രീതിയിലുള്ള ഒരു സൈസ് കല്ലാണിത്. ഗ്രാനൈറ്റ്, പൂർണ്ണമായിട്ട് ഗ്രാനൈറ്റ് ആണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ നവബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഇതുപോലത്തെ 9 ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത് നല്ല ഭംഗിയുള്ള, ഇതൊക്കെ നമുക്ക് ഈ ശില്പങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിയാനായിട്ടും അതിനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടെ കണ്ടോ പല മൂർത്തികളും ഇതുണ്ട്. ഈ മൂർത്തിയൊക്കെ ഇതിൻ്റെയൊക്കെ തലയൊക്കെ ഇവിടെ കേടുപാട് പറ്റിയ അവസ്ഥയിലാണ്. ഇവിടെ ഒട്ടുമിക്ക പ്രതിമകൾക്കും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ സംഭവിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നവബ്രഹ്മ ക്ഷേത്രങ്ങളിൽ ആദ്യത്തെ ക്ഷേത്രമാണിത്. ഇതുപോലത്തെ 8 ക്ഷേത്രങ്ങളും കൂടെ വേറെ ഉണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ. നമ്മൾ ഈ ആദ്യത്തെ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് വന്നിരിക്കുകയാണ്. ഇവിടെയും ഈ ശില്പങ്ങൾക്കൊക്കെ കേടുപാട് പറ്റിയിട്ടുണ്ട്. ഇവിടെയും പല ശില്പങ്ങൾക്കും ഈ പുറകിൽ കാണുന്ന ഇതുപോലെ ഒരു നൃത്തരൂപം പോലെ കാണുന്ന മൂർത്തിയുടെ കാല് ഇല്ല. അതുപോലെ ഇതെല്ലാം നല്ല രീതിയിലുള്ള ശില്പങ്ങളാണിത്. 7-ാം നൂറ്റാണ്ടിലോ 8-ാം നൂറ്റാണ്ടിലോ ഒക്കെയാണ് ഈ ക്ഷേത്രം, ഈ നവബ്രഹ്മ ക്ഷേത്രങ്ങൾ പണി കഴിപ്പിച്ചതെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈ ആദ്യത്തെ നവബ്രഹ്മ ക്ഷേത്രത്തിന് ഒരു പ്രദക്ഷിണം ചെയ്ത് നമ്മളതിൻ്റെ ഒരു വടക്ക് വശത്തായി കണ്ടോ ഈ ക്ഷേത്രം കണ്ടോ, ഇത് ഈ മൂർത്തിയുടെയൊക്കെ അടിഭാഗം മുഴുവൻ പോയേക്കുവാണ്. ഇതുണ്ടോ, ഇത് തകർക്കപ്പെട്ടത് തന്നെയാണ്. ഇവിടെ മുഗൾ ആക്രമണം നേരിട്ടിട്ടുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ അടയാളങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് കാണാം. വേറെ ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ തകർത്ത് ഇവിടെ പള്ളി പണിതിരിക്കുന്നതൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടു. ആ ക്ഷേത്രത്തിൽ നമുക്ക് പറ്റിയെങ്കിൽ നമ്മളും അവിടെ പോയി നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗങ്ങൾ ഇവിടെ പോയിട്ടുണ്ട്. കണ്ടോ, ഇത് കണ്ടോ, എല്ലാം ഒട്ടുമിക്ക മൂർത്തികൾക്കും അംഗഭംഗം സംഭവിച്ചായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് സ്വർഗബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകണം. ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഇവിടെ ഡീറ്റെയിൽഡായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ സർവേയുടെ ഒരു ബോർഡാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇതാണ് നവബ്രഹ്മക്ഷേത്രങ്ങളിൽ സ്വർഗബ്രഹ്മക്ഷേത്രം. എൻ്റെ മുകളിലത്തെ ആ ഒരു ഗോപുരമൊക്കെ വളരെ വലിയ ഗോപുരം തന്നെയാണ്. ഈ സ്വർഗബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ താഴെയായിട്ട് ഇവിടെ കുറച്ച് മാറി തെക്ക് കിഴക്കേ മൂലയിലായിട്ട് ഇവിടെ ഇങ്ങനെ 2 പ്രതിമകൾ വെച്ചിരിക്കുന്നു. ഇതിൻ്റെയും അംഗഭംഗം സംഭവിച്ചാണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കാണുന്ന നന്ദി വിഗ്രഹത്തിൻ്റെയും തല പൂർണ്ണമായിട്ടില്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ നന്ദി വിഗ്രഹത്തെ. നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മിക്ക ക്ഷേത്രങ്ങളിലും ഇവിടെ ഈ നന്ദി വിഗ്രഹത്തിൻ്റെ തല ഇല്ലാത്ത രീതിയിലാണ് കാണുന്നത്. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഗൾ ആക്രമണം ശരിക്കും നടന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ നവബ്രഹ്മക്ഷേത്രത്തിലെ ആദ്യത്തെ ക്ഷേത്രമായിട്ടുള്ള സ്വർഗബ്രഹ്മക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഈ കല്ലുകളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത് പുതുതായിട്ട് കൊണ്ടിട്ടതാണോ അതോ പഴയ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള കല്ലുകൾ തന്നെയാണെന്നാണ് തോന്നുന്നത്. അപ്പം
ഇതാണ് നവബ്രഹ്മക്ഷേത്രത്തിലെ സ്വർഗ ബ്രഹ്മക്ഷേത്രമാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. നമ്മൾ ആ സ്വർഗ ബ്രഹ്മക്ഷേത്രത്തിൻ്റെ, അതായത് ആദ്യത്തെ നവബ്രഹ്മക്ഷേത്രത്തിലെ ആദ്യത്തെ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്കിനി അടുത്ത സ്ഥലത്തോട്ടാണ് പോകുന്നത്. അത് ഈ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടുള്ള ഭാഗങ്ങളാണ്. നമ്മളിപ്പം ഈ ജോഗുലാംബ ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്തായിട്ടാണുള്ളത്. എൻ്റെ പുറകിൽ കാണുന്നത് ഒരു മസ്ജിദാണ് കാണുന്നത്. ഈ മസ്ജിദിനോട് ചേർന്ന് തന്നെ, അതായത് ക്ഷേത്രത്തിൻ്റെ മതിലിലാണ് ഈ മസ്ജിദ് പണിതിരിക്കുന്നതെന്ന് പറയാം. അപ്പം ഇവിടെ ഇതിനോട് ചേർന്ന് തന്നെ കാഞ്ചി കാമാക്ഷി ക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് കണ്ടോ, ഈ കാഞ്ചി കാമാക്ഷി ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് മസ്ജിദ്. ഇത് കണ്ടോ, ഇതാണ് കാഞ്ചി കാമാക്ഷി ക്ഷേത്രം. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് ചെന്ന് ഈ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ നമുക്ക് ഈ കാഞ്ചി കാമാക്ഷി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരിടത്ത് കാമാക്ഷി ദേവിയും ഈ അടുത്ത സൈഡിലായിട്ട് ഏകാംബരേശ്വരൻ്റെയും ഓരോ പ്രതിഷ്ഠയാണുള്ളത്. ഇതിനകത്തോട്ട് കയറുമ്പോൾ ഇങ്ങനെ വലിയ കോട്ട പോലെയുള്ള ഒരു സ്ട്രക്ചറാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതുകൊണ്ട് വളരെ വലിയൊരു കോട്ട പോലത്തെ ഒരു കാഴ്ചകളാണ് ഇവിടെ. ഇതുണ്ട്, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടതാണ്. ഇങ്ങോട്ട് കയറി വന്നപ്പം പള്ളി എന്ന് പറഞ്ഞാൽ അമ്പലത്തിനോട് ചേർന്നാണ് പള്ളി പണിത് വെച്ചിരിക്കുന്നത്. അപ്പം അമ്പലത്തിൻ്റെ മതിലും കൂടെ കൂട്ടിയിട്ടാണ് പള്ളി പണിത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ എന്താണ് സംഭവങ്ങളെന്ന് അറിയത്തില്ല. ഇവിടെയൊക്കെ നേരത്തെ എന്തെങ്കിലുമൊക്കെ സംഗതികൾ ഉള്ളതായിരുന്നു ഇവിടെ. അതൊക്കെ ഏകദേശം ഇപ്പോൾ ഒരു ജീർണിച്ച അവസ്ഥയിലാണെന്ന് പറയാം. ഇവിടെയും ശില്പങ്ങളും ഒക്കെ കാണാം, ക്ഷേത്രങ്ങളുടേതായിട്ടുള്ള ശില്പങ്ങളും ഒക്കെ ഇവിടെയും കാണാനായിട്ട് സാധിക്കും. ഇത് വളരെ വലിയ ഒരു കോട്ട പോലെ ഇങ്ങനെ കല്ലുകൊണ്ട് കെട്ടി വെച്ചിരിക്കുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ആ പള്ളിയോടൊക്കെ ചേർന്ന് തന്നെ ഉള്ള വേറെ ഒരു ക്ഷേത്രമാണ്. ഇതും ഈ നവബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ കൂടെ തന്നെ വരുന്നൊരു ക്ഷേത്രമാണ്. പത്മബ്രഹ്മക്ഷേത്രം എന്ന് അറിയപ്പെടുന്ന ഒരു ശിവക്ഷേത്രമാണ്. ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ ബ്രഹ്മക്ഷേത്രങ്ങളെന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇതെല്ലാം ശിവക്ഷേത്രങ്ങളാണ്. ഇത് കണ്ടോ, ഇതിന് പള്ളി കണ്ടോ, ഇതിനോട് ചേർന്ന് തന്നെയാണ് മസ്ജിദ് ഉള്ളത്. അപ്പം ഇത് നവബ്രഹ്മക്ഷേത്രങ്ങളിൽ നമ്മൾ രണ്ടാമത്തെ ക്ഷേത്രമാണ് കാണുന്നത്, പത്മബ്രഹ്മക്ഷേത്രം. ഇതും മുമ്പ് നമ്മൾ കണ്ടുപോലെ തന്നെ ഏകദേശമുള്ളൊരു ക്ഷേത്രമാണ്. ഇത് കണ്ടോ, ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് ഇവിടെ ഒരു പള്ളിയാണ് കാണാൻ സാധിക്കുന്നത്, ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ. അപ്പോൾ ഇത് നമ്മളിങ്ങനെയുള്ള ചില ക്ഷേത്രങ്ങൾ മാത്രം നമ്മൾ അറിയുന്നത് കണ്ടോ, പള്ളി പണിത് വെച്ചിരിക്കുന്നത്, ക്ഷേത്രത്തിൻ്റെ ഭിത്തിയെ ചേർത്ത് പള്ളി പണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള അനേകം ക്ഷേത്രങ്ങൾ നമുക്ക് ഇന്ത്യയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് മുഗൾ ആക്രമണത്തിൻ്റെ ഒരു നേർക്കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ ആ പള്ളിയോട് ചേർന്ന് കാണുന്ന പത്മബ്രഹ്മക്ഷേത്രമാണ്. പത്മബ്രഹ്മക്ഷേത്രത്തിൻ്റെ നമുക്ക് ഈ പത്മബ്രഹ്മക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള കാഴ്ച ഒന്ന് കണ്ടിട്ട് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുമോ എന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ പിന്നെ ഇവിടുത്തെ മൂർത്തികളൊക്കെ തകർക്കപ്പെട്ടെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, ഇത്രയും അടുത്ത് ഇവിടെ ഈ ഒരു പള്ളിയാണുള്ളത്. അതുപോലെ തന്നെ അവരുടെ ഒരു ഖബറിടം ഈ പള്ളിയോട് ചേർന്ന് തന്നെ, അതായത് ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ഒരു ഖബറിടവും പണിതിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെയൊന്നും കഴിവതും ഇങ്ങനെയുള്ള പറച്ചിലുകളൊന്നും ഞാൻ പറയാതിരിക്കുന്നതാണ്, പല വീഡിയോകളും പല കാഴ്ചകളും കണ്ടിട്ട്. പക്ഷേ ഇതുപോലെ നേരിട്ട് ഇത്രയും അടുത്ത് നമ്മൾ കാണുമ്പം പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ആണ് നമ്മുടെ ജോഗുലാംബ ക്ഷേത്രത്തിൻ്റെ കൊടിമരമാണ് കാണുന്നത്, ക്ഷേത്രമാണ് കാണുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ ഇത്രയും തൊട്ടടുത്തിട്ട് ഉള്ള പത്മബ്രഹ്മക്ഷേത്രമാണ് ഈ കാണുന്നത്. ഇത് ഇന്നലെ മുമ്പ് കണ്ട നമ്മൾ ആ ക്ഷേത്രത്തിനെ കഴിഞ്ഞ ഒരു സ്ട്രക്ചറിനൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട്. ആ ഗോപുരം പോലെ ഒരു സംഗതി ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ ഇവിടത്തെ എനിക്ക് തോന്നുന്നത് മൂർത്തികളൊന്നും കാണാത്തതാണോ അതോ ഇവിടെ മൂർത്തികളൊന്നും കാണുന്നില്ല. ഈ കല്ലുകൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കല്ലുകൾ ഗ്രാനൈറ്റ് പോലത്തെ കല്ലല്ല, ഇത് എന്താ കടപ്പാക്കല്ലോ അങ്ങനത്തെ എന്തോ രീതിയിലുള്ളൊരു കല്ലാണിത്. ഗ്രാനൈറ്റിൻ്റെ അത്രയും ഒരു കട്ടിയുള്ള കല്ലല്ല. അപ്പോൾ ഇതാണ് പത്മബ്രഹ്മക്ഷേത്രം. അപ്പോൾ അവിടെയാണ് മുമ്പ് കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ കോട്ട പോലെ കണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് അവിടെ ആ പള്ളിയുടെ ഭാഗങ്ങളാണ് കാണുന്നത്. പള്ളിയുടെ ഭാഗങ്ങൾ ഇനിയും പള്ളിയുടെ ഭാഗങ്ങൾ കാണാനായിട്ടുണ്ട്. ഇതാണ് പത്മബ്രഹ്മക്ഷേത്രം. ഇത് ബ്രഹ്മാവ് പണിത ശിവക്ഷേത്രങ്ങളാണ് ഈ പത്മബ്രഹ്മക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രങ്ങൾ. നമുക്ക് ഈ പത്മബ്രഹ്മക്ഷേത്രത്തിൻ്റെ അകത്തോട്ടൊന്ന് കയറാം. ഇവിടെ വേറെ ആൾക്കാരൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് അകത്തെ കാഴ്ചകളും കൂടെ നമുക്കൊന്ന് എടുക്കാം. ഇതും
ഇവിടെയും ഒരു ശിവക്ഷേത്രം തന്നെയാണ്. വളരെ വലിയൊരു ശിവലിംഗം നമുക്ക് കാണാൻ സാധിക്കും അകത്ത്. ഇവിടെ മറ്റ് വിഗ്രഹങ്ങളോ അങ്ങനെ വേറെ വിഗ്രഹങ്ങൾ മൂർത്തികളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഒരു നന്ദി കാണാം. ഇവിടെ ശിവക്ഷേത്രത്തിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു നന്ദിയുടെ ഒരു പ്രതിമ നമുക്കിവിടെ കാണാം. അങ്ങനെ നമ്മൾ പത്മബ്രഹ്മേശ്വര ക്ഷേത്രത്തിൻ്റെ ഉള്ളിലത്ത് കയറിയിരിക്കുകയാണ്. ഉള്ളിലെ ശിവലിംഗമാണ് കാണുന്നത്. വളരെ വലിയ ഒരു ശിവലിംഗമാണ്. ഇത് മരതക ലിംഗം എന്നാണ് ഈ ശിവലിംഗം അറിയപ്പെടുന്നത്. നമ്മൾ ആ ശിവലിംഗത്തിന് പ്രദക്ഷിണം ചെയ്യാൻ പറ്റുകയില്ല. അവിടെ ഓവ് ഇങ്ങനെ വകുതി നിൽക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതാണ് പത്മബ്രഹ്മേശ്വര ക്ഷേത്രം. അതായത് ബ്രഹ്മാവ് പ്രതിഷ്ഠിച്ച ശിവലിംഗം ആണിത്. അപ്പോൾ ഇതാണ് പത്മബ്രഹ്മേശ്വര ക്ഷേത്രം. നമുക്കിനി ക്ഷേത്രത്തിൻ്റെ വെളിയിലിറങ്ങി അടുത്ത ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോകാം. ഇത് ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിനോട് ചേർന്നിട്ട് ഉള്ള ഒരു 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 ഖബറിസ്ഥാനാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ ക്ഷേത്രമാണ് കാണുന്നത്. പുറകിൽ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ പുറകിലത്തെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ആണ് നമ്മുടെ ജോഗുലാംബ ക്ഷേത്രം. ജോഗുലാംബ ക്ഷേത്രത്തിനോട് ഇത്രയും ചേർന്നിട്ട് ഇവിടെ ഒരു ഖബറിസ്ഥാൻ പണിതിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ മുസ്ലിം മുഗൾ ആക്രമണകാരികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവർ ആക്രമണത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവരുടെ ക്ഷേത്രങ്ങൾ തീർക്കുക, അവിടെ അവരെ ഖബറിടം പണിയുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ പുറകിലായിട്ട് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മൾ ഈ പത്മബ്രഹ്മേശ്വര ക്ഷേത്രത്തിന് വെളിയിലിറങ്ങി. എൻ്റെ പുറകിൽ കാണുന്നത് മസ്ജിദാണ്. ഇവിടെ കണ്ട ഇത് ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ. എന്നാലും ഇവിടെ പിള്ളേർ ക്രിക്കറ്റ് കളിയൊക്കെയാണ്. ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ പണിതിരിക്കുന്ന ഒരു മസ്ജിദ്. എനിക്ക് തോന്നുന്നത് ഈ ഭാഗം കൈകാര്യം ചെയ്യുന്നത് മസ്ജിദിൻ്റെ ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ. നമ്മളിവിടെ വെളിയിലിറങ്ങി ഒരു കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ എടുക്കാമെന്ന് ഓർത്താണ്. അപ്പം ഈ നവബ്രഹ്മ ക്ഷേത്രത്തിൽ ഇവിടെ ഈ പള്ളിയോട് ചേർന്ന് തന്നെ കാണുന്ന ക്ഷേത്രമാണ് താരക ബ്രഹ്മക്ഷേത്രം. ഇതും ബ്രഹ്മദേവൻ പണിതിരിക്കുന്ന ക്ഷേത്രമാണ്. ശിവലിംഗമോ സ്ഥാനങ്ങളോ ഒന്നുമില്ല. ഇതാണ് താരക ബ്രഹ്മക്ഷേത്രം. ഇതാണ് നമ്മൾ കണ്ട ജോഗുലാംബ ക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള മസ്ജിദ്. ഇവിടെ കാണുന്ന കാഴ്ചകളാണിത്. അപ്പം കണ്ടോ, ക്ഷേത്രം മുന്നിലും പുറകിലും 4 സൈഡിലും ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് ആണിങ്ങനെ ഖബറിസ്ഥാനും ഒക്കെ ഉള്ളത്. അപ്പം നമുക്കിനി എന്തായാലും മറ്റ് ക്ഷേത്രങ്ങളുടെ കാഴ്ചകൾ കാണാനായിട്ട് പോകാം. നമ്മളിപ്പോഴും ഈ ജോഗുലാംബ ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്ത് തന്നെയാണ്. നമ്മൾ ആ പള്ളിയൊക്കെ കണ്ട സ്ഥലം അതാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഗേറ്റ് കടന്ന് വരുമ്പോൾ ഇവിടെ ബാലബ്രഹ്മേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രം. ഇവിടെ തന്നെ ഒരു ശിവലിംഗം ഇങ്ങനെ വെളിയിൽ ഇരിക്കുന്നതാണ്. വളരെ വലിയ ഒരു ശിവലിംഗമാണ്. 2 ശിവലിംഗം. രണ്ടും കൂടെ കയറി വരുമ്പം 2 വശത്തായിട്ട് ഒരു ശിവലിംഗം കാണാം. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഉള്ളിലോട്ട് കയറി വരുമ്പോഴത്തേനും ഇവിടെയും വേറെ ഒരു ശിവലിംഗങ്ങൾ കാണാം. ഇതൊക്കെ വളരെ പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലും ഒക്കെ പണി കഴിപ്പിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളാണിത്. ഈ ശിവലിംഗം കണ്ടിട്ട് ഗ്രാനൈറ്റ് പോലത്തെ ഒരു കല്ലല്ല, വേറെ വ്യത്യാസമുള്ള രീതിയിലുള്ളൊരു ശില കൊണ്ടാണ് ഇത് പണിതിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടുത്തെ ഈ 9 ക്ഷേത്രങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ബാലബ്രഹ്മേശ്വര ക്ഷേത്രം. ആ ക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. ഇത് മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന വലിപ്പം കൂടുതലുള്ള ഒരു ക്ഷേത്രമാണ്. ബാലബ്രഹ്മേശ്വര ക്ഷേത്രത്തിൻ്റെ പുറകുവശമാണ്. പുറകുവശത്തുള്ള ഓരോ വിഗ്രഹങ്ങൾ, ഓരോ മൂർത്തികളുമാണ് ഇവിടെ കാണുന്നത്. ഇത് മഹിഷാസുരമർദ്ദിനിയാണ്. മഹിഷാസുരമർദ്ദിനിയുടെ ഒരു പ്രതിമയാണ്. ഇവിടെ എല്ലാം ഇങ്ങനെ ഓരോ രീതിയിലുള്ള ശിവലിംഗങ്ങളും മൂർത്തികളും ഒക്കെ കാണാം. നമ്മൾ ഈ കാണുന്ന ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തെ, അതായത് ബാലബ്രഹ്മേശ്വര ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തെ ദൃശ്യങ്ങളാണ്. ഇത് മുഴുവൻ കല്ല് കൊണ്ടുള്ള ശില്പങ്ങളും കല്ലുകൊണ്ടുള്ള നിർമ്മിതികളുമാണ് മുഴുവൻ. ഇത് കല്ലെന്ന് പറയുമ്പോൾ കരിങ്കല്ലല്ല. ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഇത് ഗ്രാനൈറ്റാണ്, ഇത് വേറെ രീതിയിലുള്ള ഒരു കല്ലാണ്. അപ്പം ഈ രീതിയിലുള്ള കല്ലാണ് ഇവിടെ കൂടുതലായിട്ട് കണ്ടത്. ഈ രീതിയിലുള്ള ഒരു കല്ലുകൊണ്ടാണ് ഇവിടുത്തെ കൂടുതൽ നിർമ്മിതികൾ കാണുന്നത്. എനിക്ക് തോന്നുന്നത് കടപ്പ കല്ലോ
കടപ്പ റോക്ക് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഇങ്ങനെ ചെറിയ 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 കോവിലുകളായിട്ട് അനേകം ശിവലിംഗങ്ങളും മറ്റ് പ്രതിഷ്ഠകളും ഒക്കെ കാണാം. ഇവിടെ ഒരു ശിവലിംഗത്തിൽ തന്നെ അനേകം ശിവലിംഗങ്ങളിങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഈ ബാലബ്രഹ്മക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടുള്ളൊരു മുകളിലായിട്ടുള്ളൊരു നന്ദിയുടെ വിഗ്രഹങ്ങൾ എന്തൊരു നല്ല സൂപ്പർ ഫിനിഷിങ്ങിൽ. ഇത് കണ്ടിട്ടത് റെഡ് സാൻഡ്സ്റ്റോൺ ആണ് തോന്നുന്നത്. നല്ല ഫിനിഷിങ്ങുള്ളൊരു നന്ദിയുടെ പ്രതിമ ഇവിടെ കാണാം. നമ്മൾ ജോഗുലാംബ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള നവബ്രഹ്മ ക്ഷേത്രങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളൊക്കെ ഈ ജോഗുലാംബ ക്ഷേത്രത്തിനോട് ചേർന്ന് തൊട്ടടുത്തുള്ള നവബ്രഹ്മ ക്ഷേത്രങ്ങളുടെ ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടെ തൊട്ടടുത്തായിട്ട് വേറെ ഒരു ക്ഷേത്രം, നേരത്തെ ക്ഷേത്രങ്ങളായിരുന്നെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ കുറേ സ്ട്രക്ചറുകൾ കാണാം. ഇവിടെ ചെറിയൊരു കുളമാണ് കാണുന്നത്. ഇവിടെ വലിയ ആഴത്തിലുള്ളൊരു കുളമാണ് കാണുന്നത്. ഇവിടെ 2 ശിവലിംഗങ്ങൾ കാണാം. ഇവിടെ ഈ കുറച്ച് താഴെയായിട്ട്. അതുപോലെ തന്നെ ഇവിടെ ദേവിയുടെയും ശിവൻ്റെയും വലിയ 2 മൂർത്തികൾ ഇങ്ങനെ മുകളിലായിട്ടിരിക്കുന്നത് കാണാം. അപ്പം ഇതും ഒക്കെ നേരത്തെ ക്ഷേത്രങ്ങളുടെ ഭാഗങ്ങളാണോ അതോ ഇതാണ് സംഭവം എന്നറിയത്തില്ല. ഇവിടെ ഒരു കുളം പോലെ ഒരു സംഗതിയാണ് നമുക്ക് കണ്ടിട്ട് തോന്നുന്നത്. നമുക്ക് ഇവിടുന്ന് നോക്കാം. ഇതിവിടെ കുളമാണ്, പക്ഷെങ്കിൽ ഇതിങ്ങനെ വേസ്റ്റുമൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തു നിന്നാണ് ഒന്ന് കുടിക്കാനായിട്ട് വെള്ളം കയറ്റുന്നത്. ഇതുണ്ടോ, കുളം മുഴുവൻ ഇത്രയും വൃത്തികേടായിട്ട് മീനൊക്കെ ചത്ത് വരെ കിടപ്പുണ്ട്. ഇതിനകത്ത് നിന്നുകൊണ്ടൊക്കെയാണ് കുടിക്കാനുള്ള വെള്ളം പമ്പ് ചെയ്ത്, കുടിക്കാനുള്ള വെള്ളമാണോ എന്നറിയത്തില്ല, പമ്പ് ചെയ്ത് മോട്ടറുമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ മതിലിൻ്റെ പുറകിലായിട്ടാണ് നമ്മുടെ തുംഗഭദ്ര നദിയുള്ളത്. അടുത്തായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് കുമാരബ്രഹ്മ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം മുമ്പ് നമ്മൾ കണ്ട ബാലബ്രഹ്മക്ഷേത്രത്തിലാണ് മുമ്പ് നമ്മൾ പോയ ബാലബ്രഹ്മക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഉള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടെ ഇവിടെ നമുക്ക് 1 2 3 4 5 6 7 8 മുഖങ്ങൾ കാണാം. ഇതിൻ്റെ മുന്നിലായിട്ട് 1 2 3 4 5 6 7 8 7 മുഖങ്ങൾ ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ കുത്തിവെച്ചിരിക്കുന്നത് കാണാം. നമുക്ക് ഈ കുമാരബ്രഹ്മക്ഷേത്രത്തിനൊരു പ്രദക്ഷിണം ചെയ്തു വരാം. ഇതിന് ചുറ്റും ഇങ്ങനെ നമ്മൾ മറ്റ് ക്ഷേത്രങ്ങളിൽ കണ്ടതുപോലെ ഒന്നും ഇവിടെ കൂടുതൽ ഇവിടെ ഇങ്ങനെ കൊത്തുപണികൾ ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ ആർക്കിയോളജിക്കൽ സർവേയുടെ ഒരു ഓഫീസ് ഇവിടെ കാണാം. നമ്മൾ വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ എന്നറിയത്തില്ല. അപ്പം ഇത് ആണ് നമ്മുടെ കുമാരബ്രഹ്മക്ഷേത്രത്തിൻ്റെ പുറകുവശമാണ് നമ്മൾ വലത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മറ്റു ക്ഷേത്രങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ കൂടുതൽ കൊത്തുപണികളൊന്നും ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ വെളിയിൽ കാണാനായിട്ട് പറ്റുന്നില്ല. നമുക്കകത്ത് കയറി നോക്കണം ഇനി. അപ്പോൾ ഇതും നമ്മൾ കണ്ട അതേ രീതിയിൽ തന്നെയുള്ള കല്ല് വെച്ചിട്ടാണ് പണിയുന്നത്. ഇത് ഇവിടെയൊക്കെ ഇനി അടന്നു പോയിട്ട് തേച്ച് വെച്ചാണെന്ന് അറിയത്തില്ല. ഇത് ഈ ക്ഷേത്രത്തിലോട്ട് കയറുന്ന വാതിലിൻ്റെ ഇവിടെ തന്നെ ഇതുപോലെ ഇങ്ങനെ 7 മുഖങ്ങൾ ഇങ്ങനെ പണിത് വെച്ചിരിക്കുന്നത്. നമ്മൾ അതൊക്കെ ക്ഷേത്രത്തിനകത്ത് കയറിയിരിക്കുകയാണ്. അകത്തിങ്ങനെ പല രീതിയിലുള്ള കൊത്തുപണികളും ചിത്രങ്ങളുമൊക്കെ. ഈ ക്ഷേത്രത്തിലോട്ട് കയറുന്ന ശ്രീകോവിലിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇവിടെ ശ്രീകോവിലിനോടെ ശിവലിംഗം കാണാം. തൊട്ട് മുമ്പായിട്ട് ഇവിടെ സപ്തമാതൃക്കളുടെ ഒരു പ്രതിമയും അതുപോലെ ഗണേശ ഭഗവാന്റെ ഒരു പ്രതിമയാണ് കാണാൻ സാധിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് അർക്ക ബ്രഹ്മക്ഷേത്രം അല്ലെങ്കിൽ ആദിത്യ ബ്രഹ്മക്ഷേത്രം. ഈ ക്ഷേത്രങ്ങളെല്ലാം ബ്രഹ്മക്ഷേത്രങ്ങളെന്നാണ് പറയുന്നതെങ്കിലും ഇത് മുഴുവൻ ശിവക്ഷേത്രങ്ങളാണ്. ബ്രഹ്മാവ് പ്രതിഷ്ഠിച്ച ശിവക്ഷേത്രങ്ങളാണിത്. ഇതിനോട് ചേർന്ന് തന്നെ 2 ക്ഷേത്രങ്ങളും കൂടെ കാണാം. ഇവിടെയും കണ്ടോ, ഇവിടെയും നന്ദിയുടെ തല പൂർണ്ണമായിട്ടും ഇല്ലാത്ത രീതിയിലാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടോ, നന്ദിയുടെ അർക്ക ബ്രഹ്മക്ഷേത്രം. ഇവിടെയും കൂടുതൽ കൊത്തുപണികളൊന്നും കാണാനായിട്ടില്ല. നമ്മൾ ആദ്യം കണ്ട ക്ഷേത്രത്തിൽ കണ്ട പോലെ കൊത്തുപണികളൊന്നും ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിലൊന്നും കാണാനായിട്ടില്ല. നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് പ്രദക്ഷിണം ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ഈ അർക്ക ബ്രഹ്മക്ഷേത്രത്തിന് ഒരു പ്രദക്ഷിണം ചെയ്ത് നോക്കുകയാണ്. ഇവിടെയും വേറെ കൊത്തുപണികളൊക്കെ ഉണ്ടായിരുന്നത് വല്ലതും പോയതാണോ എന്നറിയത്തില്ല. എന്നാൽ ഇപ്പം നമുക്കിവിടെ വേറെ കാര്യമായിട്ടുള്ള കൊത്തുപണികളോ ശില്പങ്ങളോ ഒന്നും ഈ ക്ഷേത്രത്തിന് പ്രദക്ഷിണം ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ടില്ല.
അപ്പം ഈ കല്ലുകൾ ശ്രദ്ധിച്ചത് പ്രത്യേക രീതിയിലുള്ള കല്ലുകളാണ്, ചുമന്ന നിറത്തിലുള്ള കല്ലുകളാണ്. നമ്മൾ ഈ അർക്കബ്രഹ്മക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് വന്നിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇവിടെ കുറച്ച് മുന്നോട്ടിനിയും 2 ക്ഷേത്രങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ ജോഗുലാംബ ക്ഷേത്രം എന്ന് പറയുന്നത്, അതിൻ്റെ കോംപ്ലക്സ് എന്ന് പറയുന്നത് വളരെ വലിയ വിശാലമായിട്ടുള്ള ഒരു ക്ഷേത്ര സമുച്ചയം തന്നെയാണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ അർക്കബ്രഹ്മക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്താണുള്ളത്. അപ്പോൾ ഇവിടെയും കുത്തുപണികളൊന്നുമില്ല. ഇവിടെ കണ്ട് ഇതൊക്കെ ഇവിടെ ഇങ്ങനെ വെൻറ്റിലേഷനായിട്ട് ഇങ്ങനെ പ്രത്യേക രീതിയിലൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് ആൾക്കാരിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കാണാം ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ അർക്ക ബ്രഹ്മക്ഷേത്രം. അങ്ങനെ നമ്മൾ അർക്ക ബ്രഹ്മക്ഷേത്രത്തിന് ഒരു പ്രദക്ഷിണം ചെയ്ത് വീണ്ടും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് വന്നിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റും. ക്ഷേത്രത്തിൻ്റെ അകത്തെ കാഴ്ചകളാണ്. ഇതിനകത്ത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ശിവലിംഗ പ്രതിഷ്ഠയാണ്. ഇവിടെ ഒരു നന്ദിയുടെ ഒരു ചെറിയൊരു വിഗ്രഹം ഇങ്ങനെ നിലത്തായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെയും കൂടുതൽ വലിയ കാര്യമായിട്ടുള്ള കൊത്തുപണികളൊന്നും ഈ ക്ഷേത്രത്തിനുള്ളിലും കാണാനായിട്ടില്ല. ഇതാണ് അർക്ക ബ്രഹ്മക്ഷേത്രം. ഈ അർക്ക ബ്രഹ്മക്ഷേത്രത്തിനകത്തുള്ള ശിവലിംഗമാണ്. ഈ ശിവലിംഗം വേറെ പ്രത്യേക രീതിയിലുള്ള ഒരു സൈസ് കല്ലാണ്. നമ്മുടെ ഈ ആറ്റിലൊക്കെ കാണുന്ന രീതിയിലുള്ള സൈസ് കല്ല്, വളരെ ഒറ്റ ശിലയാണ് ശിവലിംഗം. ഓം നമഃ ശിവായ. നമ്മൾ പറഞ്ഞില്ലേ, ക്ഷേത്രത്തിൻ്റെ വെളിയിൽ ഈ ശില്പങ്ങളോ കൊത്തുപണികളോ ഒന്നും കാണാനില്ലെന്ന് ഇവിടെ കണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന കൊത്തുപണികളും ശില്പങ്ങളും ഒക്കെയാണ് ഇവിടെ ഇങ്ങനെ തകർന്ന രീതിയിൽ ഇവിടെ കാണുന്നത്. ഇവിടെ അമ്പ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു അർജുനൻ്റെയോ അമ്പ ചെയ്തുകൊണ്ട് നിൽക്കുന്ന പടങ്ങൾ, ശില്പങ്ങൾ കാണാം. ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഭിത്തിയിലൊക്കെ ഉണ്ടായിരുന്ന കൊത്തുപണികളാണോ എന്നറിയത്തില്ല. നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൂടെ ശ്രീകോവിലിന് ഒരു പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുഴുവൻ ഇരുട്ടാണ്. ഈ സൂര്യ ബ്രഹ്മക്ഷേത്രത്തിൻ്റെ ഒക്കെ സൈഡിലായിട്ട് ഇങ്ങനെ കുറേ സ്ക്രിപ്റ്റുകൾ ഒക്കെ, ഏൻഷ്യൻ സ്ക്രിപ്റ്റുകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് ഇവിടെ എനിക്ക് തോന്നുന്നത് ക്ഷേത്രത്തിന് ചുറ്റും ഉണ്ടായിരുന്ന നശിക്കപ്പെട്ടു പോയ വിഗ്രഹങ്ങളൊക്കെ ആയിരിക്കാം ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് ഗണപതിയുടെ, ഇതൊരു നാഗദേവതയുടെ ഒരു വിഗ്രഹം. ഈ അർക്ക ബ്രഹ്മക്ഷേത്രം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ക്ഷേത്രത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. വീരബ്രഹ്മ ടെമ്പിൾ എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിനകത്ത് കയറുന്നതിന് മുമ്പ് നമുക്ക് ക്ഷേത്രത്തിൻ്റെ വെളിയിലത്തെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം. ഇവിടെ മുമ്പത്തെ പോലെയല്ല. ഇവിടെ ഇവിടെ വാതിൽക്കൽ തന്നെ 2 ഈ ദ്വാരപാലകരുടെ 2 ശില്പങ്ങൾ കാണാം. നമുക്ക് ചുറ്റും പെട്ടെന്നൊന്ന് പ്രദക്ഷിണം ചെയ്തു വരാം. അപ്പോൾ ഇവിടെയും വലിയ കാര്യമായിട്ടുള്ള ശില്പങ്ങളൊന്നും നമുക്ക് കാണാനായിട്ടില്ല. ഇതും എല്ലാം അടുപ്പിച്ചടുപ്പിച്ച്, ഇത് അർക്കബ്രഹ്മ ക്ഷേത്രം, ഇത് വീരബ്രഹ്മക്ഷേത്രം, ഇതെല്ലാം അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ആണ് ഈ ക്ഷേത്രങ്ങൾ എല്ലാം ഉള്ളത്. അപ്പോൾ ഇവിടെയും വലിയ കൊത്തുപണികളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണെന്നാണ് തോന്നുന്നത്. ഇപ്പം നിലവിൽ വലിയ കാര്യമായിട്ടുള്ള കൊത്തുപണികളൊന്നും കാണാനായിട്ടില്ല. അപ്പോൾ ഇതാണ് വീരബ്രഹ്മക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് നമ്മളെത്തി. അപ്പോൾ ഇവിടെ ഇത് കണ്ടോ, ഇതിൻ്റെയൊക്കെ നിർമ്മിതികൾ കണ്ടോ, ഇതൊക്കെ കണ്ടോ, ഇങ്ങനെ ഇതൊക്കെ ഒറ്റക്കല്ലല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ആണ് നമ്മളിങ്ങനെ. ഇനി നമുക്കിവിടെ ഈ ഒരു ക്ഷേത്രം കൂടെ മുന്നായിട്ട് കാണുന്ന ഒരു ക്ഷേത്രം കൂടാണുള്ളത്. ഇതാണ് വീരബ്രഹ്മക്ഷേത്രത്തിൻ്റെ നമ്മൾ തെക്ക് വശത്തെത്തി. ഇവിടെ കുറച്ചൊക്കെ ശില്പങ്ങളൊക്കെ മുകളിലൊക്കെ കാണാം. നമ്മൾ ഈ വീരബ്രഹ്മക്ഷേത്രത്തിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ നമുക്ക് അകത്തോടെ ഒരു പ്രദക്ഷിണം ചെയ്തു വരാം. ഈ ക്ഷേത്രത്തിൻ്റെയും പുറകുവശത്തൊക്കെ ഇങ്ങനെ മൂർത്തികൾ, കേടുപാട് പറ്റിയതോ നശിച്ചു പോയതുമായിട്ടുള്ള മൂർത്തികളൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെയും പുറകുവശത്ത് കാണാം. അതുപോലെ മൂർത്തികൾ, അനേകം ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അനേകം മൂർത്തികൾ ക്ഷേത്രത്തിൽ ഇങ്ങനെ താഴെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതെനിക്ക് തോന്നുന്നത് ഇതിൻ്റെ നേരത്തെ മുന്നിൽ വെച്ചിരുന്ന ക്ഷേത്രങ്ങളിൽ വെച്ച് നേരത്തെ മുന്നിൽ വെച്ചിരുന്ന മൂർത്തികളൊക്കെ തകർക്കപ്പെട്ടതോ നശിക്കപ്പെട്ടതോ ആയിരിക്കും. ഇവിടെ അനേകം മൂർത്തികളിങ്ങനെ ഇവിടെ കാണാം.
ശിവലിംഗ പൂജയൊക്കെ നടക്കുന്ന ഒരു ശിവലിംഗം കാണാം. അഭിഷേകമൊക്കെ നടന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണാനായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ കോമ്പൗണ്ടിൽ തന്നെയുള്ള അടുത്ത ക്ഷേത്രമാണ് വിശ്വബ്രഹ്മക്ഷേത്രമാണ്. വിശ്വബ്രഹ്മക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെയും ഒരു നന്ദിയുടെ വിഗ്രഹമുണ്ട്. നന്ദിയുടെ നന്ദിയുടെ ഒരു കാലിന് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ട, ഇവിടെ ഇപ്പം 1, 2, 3, 4, 5 ക്ഷേത്രങ്ങളിൽ നമുക്ക് നേരെ ഒറ്റ നിരയിൽ തന്നെ ഇവിടെ കാണാം. ഇതാണ് വിശ്വബ്രഹ്മക്ഷേത്രം. നമ്മൾ വിശ്വബ്രഹ്മക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. നമുക്ക് വിശ്വബ്രഹ്മക്ഷേത്രത്തിൻ്റെ ഒരു പ്രദക്ഷിണം ചെയ്ത് വന്ന് നമുക്ക് കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെയല്ല. ഇവിടെ ശില്പങ്ങൾ, ഓരോ ശില്പങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ ഈ ശില്പത്തിൻ്റെ തലയില്ല, ഇതിൻ്റെ തലയില്ല, ഇവിടെ കയ്യ്, ഈ കാലില്ല. അപ്പോൾ ഇങ്ങനെ പല ശില്പങ്ങളും ഇവിടെ നശിപ്പിക്കപ്പെട്ട രീതിയിൽ ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പുറകുവശത്തും ഇങ്ങനെ അനേക ശില്പങ്ങൾ കാണാം. അപ്പം നമ്മളിപ്പോൾ ഈ വിശ്വബ്രഹ്മക്ഷേത്രത്തിൻ്റെ പുറകുവശത്തൂടെ നമ്മൾ വലത് പ്രദക്ഷിണം ചെയ്തുകൊണ്ട് വരികയാണ്. നമ്മളിപ്പോൾ തെക്ക് വശത്താണുള്ളത്. അപ്പോൾ ഇങ്ങനെ വ്യാളി രൂപങ്ങൾ, മുകളിലൊക്കെ ഇങ്ങനെ ഓരോ ശില്പങ്ങൾ കാണാം. ഓരോ ശില്പങ്ങൾ മുകളിലും വശങ്ങളിലും ഒക്കെ ആയിട്ട് അനേകം ശില്പങ്ങളുണ്ട്. മിക്കവാറുമുള്ള എല്ലാ ശില്പത്തിന് തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നും പൂർണ്ണമായിട്ടുള്ള ഒരു ശില്പം പോലും കാണാനായിട്ട് പറ്റുന്നില്ല. എല്ലാ ശില്പങ്ങൾക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയതല്ല, തന്നെ ഇങ്ങനെ ഈ കല്ലിൽ നിന്നാൾ കേടുപാട് പറ്റുകയല്ല, തന്നെ ഇത് നശിപ്പിക്കപ്പെട്ട രീതിയിൽ തന്നെയാണ് കാണുന്നത്. കണ്ടോ, ഈ മൂർത്തിയുടെയും കൈകൾ താഴ്ഭാഗമൊന്നും ഇല്ല. അപ്പോൾ ഇത് വിശ്വബ്രഹ്മക്ഷേത്രത്തിൻ്റെ പുറകുവശമാണ് കാണുന്നത്. ഇവിടെ ഈ വശത്തുമുള്ള വിഗ്രഹങ്ങൾ, മൂർത്തികളെല്ലാം നശിപ്പിക്കപ്പെട്ട രീതിയിൽ തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഇവിടെ ഏതെങ്കിലും കുറച്ചെങ്കിലും ഭാഗങ്ങൾക്ക് പ്രശ്നമില്ലാത്ത ഒരു വിഗ്രഹം പോലും ഇവിടെ കാണാനായിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലത്തെയൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ വിശ്വബ്രഹ്മക്ഷേത്രത്തിൻ്റെ ഒരു പ്രദക്ഷിണം ചെയ്ത് നമ്മൾ നേരെ വീണ്ടും ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി അകത്തെ കാഴ്ചകളും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെയും ഉൾവശത്തുമൊക്കെ ആയിട്ട് അനേകം ശില്പങ്ങൾ കാണാം. അകത്ത് നമ്മൾ നേരത്തെ കണ്ട പോലെയൊക്കെ തന്നെയുള്ള ഒരു ശിവലിംഗം തന്നെയാണുള്ളത്. ഭാരതത്തിലെ പുരാതന ക്ഷേത്രങ്ങളിലൂടെയും പുണ്യസ്ഥലങ്ങളിലൂടെയൊക്കെയുള്ള യാത്രകളെക്കുറിച്ചിട്ട് പറയുന്ന ഒരു ചാനലാണ് ഇത്. ഇപ്പോഴും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭാരതത്തിലെ 51 ശക്തിപീഠങ്ങളിലൂടെയാണ്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.